വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കാറില്ല. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാനായി കാത്തിരിക്കരുത്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. അതുമാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേദനിപ്പിക്കാൻ 100 പേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെയെങ്കിലും കാലം നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടാകും. ഇതൊരു പ്രപഞ്ച സത്യമാണ്. കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. കൂടെ നിർത്തി കണ്ണ് തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല. മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല. നിങ്ങൾ ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കായിരിക്കും പലപ്പോഴും നിങ്ങളെ ചതിക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങളുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമായിരിക്കും. ഒരിക്കലും നിങ്ങൾ പ്രതികാരം ചെയ്യാൻ സമയം കളയരുത്. ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഒരു നാൾ ഏതൊരാളെയും തേടി വരും എന്നത് തീർച്ചയാണ്. എത്ര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ധരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യങ്ങളോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ്. ഓരോ മനുഷ്യജീവിതവും അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒരു കണക്ക് പുസ്തകമാണ്. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശം സ്വീകരിക്കാം. പക്ഷേ അവസാന തീരുമാനം നിങ്ങളുടേതായിരിക്കണം. കിട്ടാത്തതിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നും ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത്. അതിനാൽ അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ പഠിക്കുക. ശത്രുവിനെ വിശ്വസിക്കാം. ഉള്ളത് മുഖത്തു നോക്കി പറയും. എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ച് നിങ്ങളൊന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും.